ATM ബിസിനസ് ലോസ് ചെയ്യാതിരിക്കാനായിട്ട് എടുക്കുന്ന ഫൈനാൻസുകൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, നിങ്ങൾ എടുക്കുന്ന ലൊക്കേഷൻ. രണ്ടാമത്തെ കേസ്, നിങ്ങൾ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന ATM റൂമിൻ്റെ പൊസിഷൻ. മൂന്നാമത്തെ കേസ്, ATMൻ്റെ ഓപ്പറേഷൻസ്. ഈ 3 കാര്യങ്ങളും നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഒരു ATM ബിസിനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഈ ഒരു ബിസിനസ്സിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റും. ലൊക്കേഷൻ എടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നല്ല പൊട്ടൻഷ്യലുള്ള ജനസാന്ദ്രതയുള്ള ലൊക്കേഷൻസ് എടുക്കുക. ATM ഇല്ലാത്ത ടൗൺ ആവാം, അല്ലെങ്കിൽ ഒരു ATM ഉണ്ടാവാം, അങ്ങനത്തെ ടൗൺ എടുക്കാം. കൂടാതെ നിങ്ങൾ എടുക്കുന്ന ATM റൂമിൻ്റെ പൊസിഷൻ എപ്പോഴും ജംഗ്ഷനിലേക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കുക. ജംഗ്ഷനിൽ നിന്നും 100 മീറ്റർ മാറി, അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് റൂം, ഒരു ബിൽഡിംഗ്, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഇന്നർ റൂംസ്, ഇങ്ങനത്തെ റൂമുകൾ ഒഴിവാക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ATM കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ലേഡീസ്, വയസ്സായ ആൾക്കാർ, പെൻഷൻ വായിക്കുന്ന ആൾക്കാർ, ഇവർക്ക് 24/7 നമ്മുടെ ATM റൂം എപ്പോഴും ധൈര്യത്തോടെ ആക്സസ് ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ATM റൂമുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. മൂന്നാമത്തെ കാര്യം ഓപ്പറേഷനാണ്. ATM ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ ഈ ATMൻ്റെ കംപ്ലീറ്റ് ഓപ്പറേഷൻസ് നിങ്ങൾ പഠിക്കുക. ഹിറ്റാച്ചിക്ക് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. നെറ്റ്വർക്ക് ടീമുണ്ട്, മെഷീൻ്റെ എഞ്ചിനീയർമാർ ടീമുണ്ട്, UPS ടീമുണ്ട്, സർവൈലൻസ് ടീമുണ്ട്, ഓൺലൈൻ ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യുന്ന ടീംസ് ഉണ്ട്. അപ്പോൾ ഹിറ്റാച്ചിക്ക് എല്ലാ ടീമും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ATM ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ ഈ ഓപ്പറേഷൻസും നിങ്ങൾ ഡയറക്റ്റായിട്ട് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസ് ഇല്ലാതെ ATM ബിസിനസ് നമുക്ക് റൺ ചെയ്യാൻ പറ്റും.